നമ്മളുടെ സ്കിന്നിന് ചുളിവൊന്നുമില്ലാതെ എന്നും യങ്ങായിട്ടിരിക്കണം എന്നുള്ള ഏത് പ്രായത്തിലും യങ്ങായിട്ടിരിക്കണം എന്നല്ലേ നമ്മൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 30 വയസ്സ് മുതൽ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക. നിർബന്ധമാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യണം എന്നുള്ളത്. അല്ലാതെ അതൊരു മേക്കപ്പിൻ്റെ പാർട്ട്. ചില ആൾക്കാർക്ക് ഇപ്പോഴും തെറ്റിദ്ധാരണ സ്കിൻ കെയർ എന്ന് വെച്ചാൽ അതെന്തോ മേക്കപ്പാണ് അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ പാർട്ടാണെന്നുള്ളതാണ്. ഒരിക്കലുമല്ല. സ്കിൻ കെയർ എന്നുള്ളത് നമ്മൾ ബേസിക്കായിട്ട് നമ്മളുടെ സ്കിന്നിന് വേണ്ടി ചെയ്യേണ്ട കാര്യമാണ്. അത് നിർബന്ധമായിട്ട് ചെയ്യുക. നിങ്ങൾ ചെയ്യാതിരുന്നാൽ ആഫ്റ്റർ 40 നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ, സ്കിൻ അൺഈവൺ, ഡ്രൈനെസ്, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്കിൻ റിങ്കിൾസൊക്കെ വന്ന് പെട്ടെന്ന് ചുളിവെല്ലാം വന്നു പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ മാക്സിമം എടുക്കുക. കൊളാജൻ എടുക്കുക. കൊളാജൻ അതുപോലെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുക. കൊളാജൻ സിറം എല്ലാം തന്നെ എടുക്കുക. ഞാൻ ഇന്നൊരു കൊളാജൻ സിറം പരിചയപ്പെടുത്തി തരാം. ഇത് നമ്മൾ ഫേസ് ഷോപ്പിൻ്റെ കൊളാജൻ സിറം ആണ് കേട്ടോ. 40+ ഉള്ളവർ നിർബന്ധമായിട്ട് നമ്മൾ സ്കിൻ കെയർ റൊട്ടീനിൽ ഈ ഒരു സിറവും കൂടി ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് കൊളാജൻ സിറം, ഇത് ഫേസ് ഷോപ്പിൻ്റെ ആണ്. അപ്പോൾ സ്കിൻ കെയറിൽ നിർബന്ധമായിട്ട് എടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കൊളാജൻ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും സ്കിൻ കെയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിന്നിന് ഒരുപാട് പ്രോബ്ലംസ് വരും. അപ്പോൾ അതുകൊണ്ട് സ്കിൻ കെയർ കറക്റ്റായിട്ടുള്ള സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 40+ ഉള്ളവർ ഈ കൊളാജൻ സിറം എടുക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് ഫേസ് ഷോപ്പിൻ്റെ ആണ്. അപ്പോൾ ഞാൻ വീണ്ടും പേര് പറഞ്ഞില്ലെന്ന് പറയരുത്. ഇത് ഫേസ് ഷോപ്പിൻ്റെ കൊളാജൻ സിറം ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.